ഹലോ ഗായ്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. ഞങ്ങൾക്ക് എന്തായാലും ഇന്ന് വളരെയധികം പ്രിയപ്പെട്ട ഒരു വീഡിയോ ആണ്. അപ്പോ ഇന്ന് വേറൊന്നുമല്ല, നമ്മുടെ നൈസാണ് ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ നമ്മള് ഇന്റർവ്യൂ എടുക്കാൻ മറന്നുപോയി. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ലാസ്റ്റ് ഇന്റർവ്യൂ എടുക്കുന്ന വീഡിയോ ഇറങ്ങുന്നത്. വൈൻഡപ്പ് ചെയ്യേണ്ട സമയത്ത് ഞങ്ങൾ ഇന്റർവ്യൂ എടുത്ത് ഇതിനെ കുറച്ച് സംസാരിച്ചിട്ട് പിന്നെ ഞാൻ വൈൻഡപ്പ് എടുക്കുന്നതായിരിക്കും. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അബദ്ധം പറ്റുന്നത് അല്ലേ? സാധാരണ കഴിഞ്ഞല്ല, തിരിച്ച് സാധാരണ ഞങ്ങള് ഇന്റർവ്യൂ എടുക്കും, വൈൻഡപ്പ് എടുക്കാനായിരിക്കും മിക്കവാറും മറക്കാറുള്ളത്. ഞങ്ങൾ എപ്പോഴും വീട്ടിൽ അതിന്റെ പേരിൽ കുറെ വീഡിയോ നമ്മൾ ഇട്ടിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. കാച്ചിക്കോയ അങ്ങനത്തെ സാധനം കൊണ്ടിട്ടാന്ന് ഇട്ടിട്ട് പോലും വരും ഉടനെ വരും. എല്ലാരും തിന്ന് കൊച്ചിക്കോയ ഇന്ത്യയിൽ നമ്മള് വരത്തുള്ളൂ. അതാണ് ഈ രണ്ടെണ്ണത്തിന്റെ അവസ്ഥ. ഞങ്ങള് മനപ്പുറം ഞങ്ങള് വല്ല കുറെ ദിവസം ഹോസ്പിറ്റലിൽ കൊണ്ട് നടക്കുന്നുണ്ട്. കാരണം വെച്ചാല് നമുക്ക് കൊച്ചിക്കോയെ കുറച്ച് പാളിപ്പോയി ഗൈസ്. അപ്പൊ എന്തായാലും നിങ്ങൾ എല്ലാവരും തീർച്ചയായിട്ടും വീഡിയോ കാണുന്ന എല്ലാവരും നമ്മളോട് ഇഷ്ടമുള്ള എല്ലാവരും തീർച്ചയായിട്ടും വിശ്വസ് ചെയ്യണം, അല്ലെങ്കിൽ നൈസാക്കാൻ സങ്കടമാവും. പറഞ്ഞ് വിഷയിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞായിരുന്നു. നമ്മളെല്ലാ സബ്സ്ക്രൈബറോടും പറഞ്ഞ് ഞാൻ പറയത്തില്ല, എന്റെ ബർത്ത്ഡേക്ക് ഞാൻ പറയുന്നത് ചങ്സൈഡിലെ കുറെ പേരുണ്ട് അല്ലേ, കുറെ പേര് നമ്മൾ എടുത്തു പറയുന്നില്ല. പറഞ്ഞപ്പോ അവർക്കെല്ലാവരും നമ്മൾ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കാരണം വെച്ചാല് നമ്മുടെ ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് വെച്ചാൽ അവര് തന്നെയാണ്. എന്ത് വീഡിയോ ഇട്ടാലും എന്ത് കാര്യം ഞങ്ങളൊപ്പം ചങ്സിനെ ഞങ്ങളൊപ്പം ഉള്ളവരാണ് അവര്. അപ്പൊ അവർക്കും മറ്റെല്ലാവർക്കും അല്ലെ. അപ്പോൾ ഒരായിരം നന്ദി. ഞങ്ങളുടെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻട്രോയും എല്ലാം ഒന്നിച്ചിട്ടുണ്ട്. ആ വീഡിയോ ഉടനെ വരും, അത് കണ്ടോ? എന്നിട്ട് നമുക്ക് ലാസ്റ്റ് അത് കഴിയുമ്പോ കേക്ക് കട്ട് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകുന്നുണ്ട്, അതെല്ലാം കണ്ടോ? നൈസാടെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട നൈസാടെ ബർത്ത്ഡേയുടെ ഭാഗമായിട്ട് ഞങ്ങളിത് പായസമൊക്കെ ഇവരുണ്ടാക്കി. ഞാൻ ഇല്ലായിരുന്നു, ഓഫീസ് വന്നേ ഉള്ളൂ. പായസമൊക്കെ ഉണ്ടാക്കിയപ്പോ അത് കഴിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ അനിയായും കത്തിച്ചായും കൂടെ ഓൾറെഡി വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു, ഉമ്മാക്കും അപ്പക്കും. അപ്പൊ അവർക്ക് ഡയബറ്റിക് ഉള്ളതുകൊണ്ടിട്ട് നമ്മള് ഷുഗർ ഇല്ലാത്ത പായസമാണ് അവർക്ക് ഉണ്ടാക്കി ഇവർ കൊടുത്തത്. അപ്പൊ ഞാൻ ഇവിടുന്ന് പോകുന്ന സമയത്ത് ഓൾറെഡി ഇവർ കണ്ടായിരുന്നു വരുന്ന വഴിക്ക്. ഞാനിവിടെ വന്നപ്പോ തന്നെ ഓൾറെഡി ഞാനും ദിവസം കൂടി ഇപ്പൊ ഒരു കപ്പ് ഞങ്ങള് പായസം കുടിച്ച്. അപ്പൊ അനിയ വന്നിട്ട് വഴക്കായിരുന്നു. അപ്പൊ അതിനിടയ്ക്ക് വേറൊരു ടിസ്റ്റ് ഉണ്ട്, അത് കേൾപ്പിച്ചു തരാം. അസം പറഞ്ഞ ഉമ്മിക്ക് കൽബില മറ്റേ ഇതില്ലേ നായികയുടെ സൗണ്ടാണ്, ഒന്ന് കേട്ട് നോക്കാം. അത് തന്നെയാണെങ്കിലും ഉറപ്പായിട്ടും കമന്റ് ചെയ്യണം. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങള് കൽബിലെ നായിക സൗണ്ട് ഇപ്പൊ സംസാരിക്കുന്നതായിരിക്കും. സംസാരിക്കും. ഇന്നലെ ഇവർക്ക് രണ്ടുപേർക്കും പനിയും ചുമയായിട്ട് കാണിക്കാൻ വേണ്ടി പോയി. അത് ഇവർ രണ്ടുപേരോട് എനിക്ക് തന്ന്. എൻ്റെ ഒച്ച മൊത്തമാണ് ഞാൻ നിറ്റായിട്ട് കളിയാക്കുന്നുണ്ട്. ഇടക്കൊച്ച വരും, ഇടക്കൊച്ച പോകും, മൊത്തം കംപ്ലീറ്റ് ആയിട്ട് പോകും. അപ്പൊ അച്ഛ പറയും മമ്മി മറ്റേ കൽബില ആ പെണ്ണിന്റെ ഒച്ച. ആ പെണ്ണ് കേട്ടത് എന്നെ മിക്കവാറും വടി എടുത്തിട്ട് അടിക്കും. ഒലക്ക വെച്ചിട്ട് മിക്കവാറും അടിക്കാൻ പോകുന്നു. ഇവിടെ ഇരുന്നോണ്ട് കളിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത്രയും ഒച്ച പോളില്ലായിരുന്നു. ഇപ്പൊ ഇക്കടെ വീട്ടിൽ പോയി കാറ്റെല്ലാം അടിച്ചോണ്ടാണ്. പിന്നെ ഒച്ച ശരിക്കും ഇവിടുന്ന് പോകുമ്പോ ഇത്ര ഒച്ചയില്ലായിരുന്നു. ഇത്ര ഒച്ചയില്ല, ഇത്രയും കുഴപ്പമില്ലായിരുന്നു. പോയിട്ട് വന്നാണെന്ന് തോന്നാലും എന്റെ കുഞ്ഞുമ്മക്ക് എല്ലാരും മധ്യദേശത്ത് കഴിക്കണം പറയാം. നമ്മള് സബ്സ്ക്രൈബർ കുറെ പേരൊക്കെ അഡ്വാൻസ് ആയിട്ട് നമ്മളായിട്ട് വീടിന്റെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടായിരുന്നു. നമ്മുടെ ഇന്റിമേറ്റ് ഐസ്ക്രീം അല്ല പായസം നിർത്തിക്കാറുണ്ട്. അപ്പൊ എന്തായാലും ഞങ്ങളിപ്പോ 6:30 മണി ചില കൂടുതലായിട്ട് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. വരുന്ന കൊണ്ടല്ല എല്ലാവർക്കും പ്രശ്നമായിരുന്നു. ആദ്യം കൊണ്ടുവന്ന നൈസാണ്, അത് കതിജ നൈസ അവിടെ കൊണ്ടുവന്നത് എവിടെ നിന്നൊക്കെയോ. എനിക്ക് കിട്ടിയ റൗണ്ട് പോയി. കഴിഞ്ഞ ദിവസം ചെന്നൈന്ന് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. ഒരു 2 ദിവസം 4 മണിയോടെയൊക്കെയാണ് വെളുപ്പിന് ഇവിടെ എത്തിയത്. അപ്പം ബീച്ചിൽ ഞങ്ങൾ ഒരുപാട് കാറ്റുകളെയും തണുപ്പ് വെള്ളം കുടിക്കുകയും ചെയ്തപ്പോഴത്തേക്കും വീണ്ടും സൗണ്ട് പോയിട്ട് ഇന്നിപ്പോ സെറ്റായി വന്നേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഞങ്ങൾ പായസം കൂടിയൊക്കെ കഴിഞ്ഞ് വേറെ കുറച്ച് കേക്ക് കട്ടിങ് എല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങളുടെ കുഞ്ഞിന്റെ വീട്ടിൽ വന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ ബർത്ത്ഡേ നമുക്ക് നന്നായിട്ട് ആഘോഷിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല, അനിയുടെ സർജറി എല്ലാം കഴിഞ്ഞുകൊണ്ട്. ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ നമുക്ക് അത്രയും സെറ്റപ്പ് ആകാൻ കഴിയത്തില്ല. കാരണം വെച്ചാൽ ഓൾറെഡി എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. കാരണം പിള്ളേരെ കൊണ്ട് നമുക്ക് ബീച്ചിലോ അല്ല പുറത്തെവിടെയും പോകാൻ പറ്റത്തില്ല. ഫുൾ റെസ്റ്റ് പറഞ്ഞിരിക്കണം. അനിയാക്കും സൗണ്ട് ഇല്ല, നൈസ മാത്രം കുറച്ച്, ഞാനിപ്പോ കുറച്ച് ഓക്കെ, നൈസ മാത്രമേ കുറച്ചെങ്കിലും തോള്ളു.
നൈസാക്കും ഓൾറെഡി ബാക്ക് പെയിൻ എല്ലാം ആയിട്ടുണ്ട്. ആ പനിയുടെ ഒരു ഇത് ശരീരവേദന എല്ലാം ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഒരിക്കൽ കൂടെ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട കുഞ്ഞുമ്മിക്ക് ഞങ്ങൾ ഒന്നിച്ച് എന്ത് പറയുന്നത് ഒന്നിച്ച് പറയാം. റെഡി 1 2 3 ഹാപ്പി ബർത്ത്ഡേ ടു യു. എന്തായാലും നമ്മള് ബാക്കിയുള്ളതൊക്കെ ഇപ്പൊ പുറകെ കാണിക്കുന്നതായിരിക്കും. ഞങ്ങൾ രണ്ടുപേരും കൂടെ അപ്പം നൈസാക്കുള്ള കേക്ക് മേടിക്കാൻ വേണ്ടി പോവാണ്. ആ സമയത്ത് ഇവര് പ്രിപ്പയർ ആയിട്ട് ഇരിക്കാന്നാ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഞങ്ങൾ അത് പോയിട്ട് വരാം. അതുവരെ വാ. ഇവിടെ ഇന്ന് പതിവണക്കിന് എഴുതാൻ ആളില്ല. അപ്പൊ ഞാൻ എഴുതാണ്ട് പോകാൻ എന്തായാലും നോക്കാം എന്താവും തോന്നുന്നു. മനസ്സിലാവാനായിട്ടുണ്ട് ഞാൻ എഴുതിയത് അത്രയും മോശമാക്കിയിട്ടുണ്ട്. അച്ഛനെന്താ പറഞ്ഞത്? അച്ഛനെന്താ പറഞ്ഞു? ആ ചേട്ടൻ തന്നെ ഓർക്കും ഇത് ഏത് ഹാൻഡ് റൈറ്റിംഗ് അത്രയും മോശത്തിൽ എഴുതിയിരിക്കുന്നത്. എന്താണെന്ന് അറിയത്തില്ല. വിളിച്ചില്ല പക്ഷേ എന്തായാലും നമുക്ക് ചെന്ന് നോക്കാം. മേടിക്കാൻ വേണ്ടി ചോദിക്കും. എത്രത്തോളം മോശമോ അത്രത്തോളം മോശമായ രീതിയിൽ ഒരു കേക്ക് എങ്ങനെ വൃത്തിയിടാക്കാം എന്ന ആ ഒരു മാക്സിമം ആ ഒരു ലെവലിലാണ് ഇപ്പൊ എന്തായാലും എഴുതിയിരിക്കുന്നത്. അസുഖം തന്നെ ഭയങ്കര ശരിയായിരുന്നു. ഹാപ്പി കുളവായി. എന്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ എഴുതുന്നത്. ഒന്നാമത്തെ കാര്യം മലയാളമൊക്കെ ഭയങ്കര മോശമാണ് ഹാൻഡ് റൈറ്റിംഗ്. അതുപോലെ തന്നെ അടുത്തറിയാൻ എന്റെ ഫ്രണ്ട്സിനും ഫാമിലിയുള്ളവർക്ക് അറിയാൻ പറ്റും. ഇംഗ്ലീഷ് അത്യാവശ്യം കുഴപ്പമില്ല. പക്ഷെ ആ എഴുതിയതിന്റെ ടെൻഷനിലും ലാസ്റ്റ് സ്പേസ് എനിക്ക് എത്താത്ത കണക്കൊരു ഫീലായിരുന്നു. ആ ഒരു ടൈമിലാണ് എന്തായാലും എഴുതിയിരിക്കുന്നത്. ഇപ്പൊ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും നൈസ ഒന്നും പറയത്തില്ല. കാരണം നൈസയുടെ ബർത്ത്ഡേ ഉണ്ട്. അനി എന്തായാലും എടുത്തിട്ട് ഇന്ന് പൊളിക്കും തന്നെ ഉറപ്പുള്ള കാര്യം. കാരണം അത്രയ്ക്ക് നിങ്ങൾക്ക് ഇപ്പൊ അത് കാണുമ്പോൾ അറിയാൻ പറ്റും. ഇപ്പൊ വീട്ടിൽ എന്തായാലും ഇപ്പൊ നമ്മളത് കാണിക്കും കറക്റ്റായിട്ട്. അല്ല എങ്ങനെ ഉണ്ടായിരുന്നു ഹാപ്പിയുടെ എഴുത്ത്? കൊള്ളായിരുന്ന ദിവസം ചുമ്മാ എന്റെ അടുത്ത് പറഞ്ഞു ഹാപ്പി കൊള്ളത്തില്ല കുളമായിരുന്നു. അപ്പൊ വീഡിയോയുടെ മുമ്പിൽ കണ്ടിട്ട് മാത്രമാണ് അവൻ നന്നായിട്ട് പറയുന്നത്. അപ്പൊ എന്തായാലും ഇത് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എന്തായാലും 5 മിനിറ്റ്സിന് നമ്മൾ വീട്ടിലെത്തിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വിശേഷങ്ങളൊക്കെ കാണാം. എനിക്ക് കേക്ക് മേടിച്ചിട്ട് പോകുന്നവരുള്ള സമയം നമുക്ക് ഒരുങ്ങാൻ തന്നാ. കണ്ണെഴുതി ഇത് മുടിയും കൂടെ കെട്ടി ഷോളും കൂടെ ഇട്ടേച്ചാൽ മതി. ബാക്കി എല്ലാ പണിയും കഴിഞ്ഞ്. അപ്പം കുടിക്കാൻ വെള്ളം വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇതാക്കിട്ടോ. തൊണ്ട നല്ല രീതിയിൽ ഒച്ച അടഞ്ഞിരിക്കുന്നു. പിന്നെ ഇപ്പം നെയ്സ വെള്ളം ചുക്കെല്ലാം ഇട്ട് വെള്ളം തിളപ്പിച്ച് തന്നു. അപ്പോഴത്തേക്കും ഒച്ചൊരു ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം കാറ്റടിച്ച് പോയിട്ട് വരുമ്പോഴത്തേക്കും ഒന്നും കൂടി ചിലപ്പോൾ സെറ്റാകാനാണ് സാധ്യത. അപ്പം കുഴപ്പമില്ലായിരിക്കും. അല്ല ഇപ്പം മിക്ക വെച്ചടിയൊന്നും വയ്യാത്തോണ്ട് മേടിച്ചോണ്ട് വരണം. അതാ ഇപ്പോൾ നമുക്കിവിടുന്ന് കഴിച്ചാൽ പോലെന്നുള്ളു. ഇപ്പം ഞാൻ പറഞ്ഞാൽ ന്യൂ ഇയർ കഴിഞ്ഞ ശേഷം ഞങ്ങൾ പുറത്തോട്ട് പോകുക. ന്യൂ ഇയർ കഴിഞ്ഞ് ആ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം തൊട്ടാണ് എല്ലാവർക്കും നൈസായും കഴിയാപ്പോഴാണ് ഫസ്റ്റ് ചുമ്മാ ജലദോഷം കൊണ്ടുവന്ന. അത് കഴിഞ്ഞ് എല്ലാവർക്കും തുടങ്ങി വന്നുകൊണ്ടിരുന്നു. ഏറ്റവും ലാസ്റ്റ് കിട്ടിയ പണി എനിക്കും. നല്ല ഇതുകൊണ്ട് ഒച്ച അടഞ്ഞടഞ്ഞ് ഈ തൊണ്ടയിങ്ങനെ അടഞ്ഞു നിന്നിട്ട് ഭയങ്കര ഒരു തൊണ്ടയിലിങ്ങനെ കുത്തലൊരു ഇറിറ്റേഷൻ കണക്ക് ആ ഒരു ഇതേ ഉള്ളു. അപ്പം ഞങ്ങൾ വരുന്നതിന് മുന്നേ റെഡി ആയിട്ട് വരാം. ഞങ്ങൾ ഇന്ന് കഴിഞ്ഞ ദിവസം പോയിട്ട് എടുത്ത പുതിയ ഡ്രസ്സ് കാണിട്ടിരിക്കണം. പുതിയ ഡ്രസ്സ് നൈസ കണ്ടക്ട് ചെയ്ത് റെഡി ആയിക്കൊണ്ടിരിക്കുക. അപ്പം റെഡി ആയിട്ട് കാണാം. ഇതങ്ങനെ നൈസാടെ ഒരുക്കൽ ഏകദേശം കംപ്ലീറ്റ് ആയി. ഇതാണ് അന്ന് നമ്മളെടുത്ത ഡ്രസ്സ് നൈസാട. ഈ 1 മിനിറ്റ് നോടെ തിരിഞ്ഞ അന്ന് എടുത്തില്ല. ഒന്ന് കയ്യാപ്പി കുഞ്ഞിമ്മി ഒരു കളർ. കയ്യാപ്പിക്ക് ഒരു ഡ്രസ്സ് തയ്ക്കാന്ന് പറഞ്ഞാൽ എല്ലാം വെട്ടിയാണ്. ബ്ലൗസ് മാത്രം മറ്റേ മിഡിയും ടോപ്പ് തയ്ക്കാന്ന് പറഞ്ഞുകൊണ്ടാ. അതിന് പിണങ്ങിയിരിക്കും. എനിക്ക് വേറെ ഡ്രസ്സൊന്നും ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് എന്നിട്ട് പിന്നെ വേറെ ഡ്രസ്സ് ഇടാം. അപ്പം അത് ഇത് കാറ്റടി എല്ലാം കൊള്ളാണ്ടെന്ന് വിചാരിച്ച് അത് മാറ്റി. അപ്പൊ നിങ്ങളാണ്ട് സെയിം ആടോ? സെയിം കളർ ആടോ?
അന്നേരം ഇക്കയോട് പറഞ്ഞ വാക്ക് ഞങ്ങൾ പാലിച്ചു. പോയിട്ട് വരുമ്പോഴത്തേക്ക് ഞങ്ങൾ ഒരുങ്ങി നിൽക്കാന്ന് പറഞ്ഞ് അതേ കണക്കിന് ഞങ്ങൾ ഒരുങ്ങി നിന്നിട്ടുണ്ട്. ഒരു കേക്ക് മേടിച്ച് ഇപ്പലായി അപ്പോഴത്തേക്ക് ഞങ്ങൾ സെറ്റ്. എന്നിട്ട് വേണം ഞങ്ങൾക്ക് പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഇവിടുന്ന് 7 മണിക്ക് കേക്ക് കട്ട് ചെയ്ത് 7:30 എല്ലാം ആകുമ്പോഴത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ച, പക്ഷെ നടന്നില്ല. അപ്പോഴത്തേക്ക് ഇക്കയുടെ ഒരു മാമ ഉണ്ടായിരുന്നു. മാമ വന്ന് അങ്ങനെ കുറച്ച് സമയം അവർ രണ്ടൊരു കുറച്ച് നേരം ഇരുന്ന് അങ്ങനെ സമയം കുറേ പോയി. അതുകൊണ്ട് ഞങ്ങൾ ഇത്ര ലേറ്റ് ആയി. അപ്പോൾ 7:30 എല്ലാം പോയി സമാധാനിച്ച കുറേ ദിവസം ഞങ്ങൾ പുറത്തോട്ട് പോയിട്ട് കുറേ ദിവസം പോയിട്ട്. അപ്പോൾ കുറച്ച് നേരം നമുക്ക് പുറത്തുനിന്ന് സ്പെൻഡ് ചെയ്തിട്ട് വരാമെന്ന് വെച്ച് കഴിഞ്ഞ് ചെന്ന് ഇവിടുന്ന് അങ്ങോട്ട് കേക്ക് കട്ടിയിട്ട് എന്തായാലും 7-8 മണി 8:30 എല്ലാം കഴിയും. പോയിട്ട് ഏത് സമയത്ത് പോലും വരുമെന്ന് അറിയത്തില്ല. കുറെ നാളായി ഞങ്ങൾ പുറത്തു പോയിട്ട്. അതാണ് മെയിൻ കാരണം. ഞങ്ങൾ ഇന്ന് December 31 ബീച്ചിൽ പോയിട്ട് ഇന്നേ വരെ പിന്നെ പോയിട്ടില്ല. കാര്യം ഞങ്ങൾ ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളായിട്ടൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. ഇക്കക്ക് ഫുൾ ഡ്യൂട്ടി. അതുകൊണ്ട് കുറെ നാളായി പുറത്തു പോയിട്ട്. ഞങ്ങള് വന്നാ പോകുന്നില്ലേന്ന് വെച്ചാ പോകുന്നുണ്ട്. ഞങ്ങൾ രണ്ടുപേരും പോകുന്നുണ്ട്. കയ്യാപ്പിള ഏറ്റവും ഫേവറേറ്റ് ആണ് പിങ്ക്. എന്ത് വേണമെന്ന് ചോദിച്ചാൽ പിങ്ക് മതി. അത് കഴിഞ്ഞ ദിവസം മറ്റേ നൈസ പറയണക്ക് ഏതൊരു കളർ പിങ്ക് കണ്ട് അത് ചെറുതാണെങ്കിൽ പോലും പറയാം എനിക്ക് അത് മതി. അത് മതി. അത് കാണാൻ ചിലപ്പോ ഒരു ഭംഗി ഉണ്ടാകത്തില്ല സാധനം, പക്ഷെ ആ പിങ്ക് കളർ ഉണ്ടെങ്കിൽ അത് മതി അല്ലേ? അത് തന്നെ. അപ്പൊ ഇനി കേക്കിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ്. സാധാരണ ഇതൊക്കെ നേരത്തെ വിളിച്ചപ്പോ ഇക്ക ചോദിച്ചതാണ് കേക്ക്. ഞാൻ ഓഫീസിൽ വന്നപ്പോൾ ചോദിച്ചു കേക്ക് വാങ്ങിച്ചോണ്ട് വരട്ടെ എന്ന് ചോദിച്ചാ. അന്നേരം വേണ്ടിക്കാൻ സമയമുണ്ടല്ലോ, അത് നമുക്ക് റെഡിയെല്ലാം ആയിക്കഴിഞ്ഞ ശേഷം മേടിച്ചോളാം, നമ്മൾ കട്ട് ചെയ്തിട്ട് പെട്ടെന്ന് ഇറങ്ങാലൊന്നു. പക്ഷെ വമ്പം പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ധൃതിവെച്ച് എന്തെങ്കിലും നടത്താതിരിക്കുമ്പോൾ അങ്ങനെ ആയിരിക്കും. നമ്മൾ പ്രതീക്ഷിക്കാതെ എന്തെങ്കിലുമൊക്കെ അപ്പൊ വരുമല്ലോ. ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കാൻ നിൽക്കുമ്പോ അങ്ങനെ എപ്പോഴും അതുവരെ ആരും കാണുന്നത് ഫുഡ് ഉണ്ടാക്കുന്ന അടുക്കള കറക്റ്റ് മേടിച്ചെന്ന് വീഡിയോ ഉണ്ടാക്കി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ഒന്നെങ്കിൽ കോളിമ്പല് അടിക്കും, അല്ല വേറെ ആരെങ്കിലും ഫോൺ വരും, വേറെ എന്തെങ്കിലുമൊക്കെ എൻഗേജ് ആയിട്ട് അങ്ങനെ സമയം കഴിഞ്ഞു പോയാ. കയ്യാപ്പി തലയിൽ നിറച്ച് മറ്റേ കുഞ്ഞ് ബട്ടർഫ്ലൈയുടെ ക്ലിപ്പുണ്ട്, അത് കുത്തണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ചുമയായതുകൊണ്ട് ലവ് സ്റ്റാർ നമ്മൾ കുത്തണ്ട. എന്തായാലും ഇവിടുന്ന് അങ്ങോട്ട് പുറത്ത് പോകുമ്പോൾ 2 വീലർ ആയിരിക്കും പോകുന്നത്. ഇനി കാറിലാണ് പോകുന്നതെന്ന് അറിയത്തില്ല. പോകുമ്പോഴത്തേക്ക് എന്താണെങ്കിലും തൊപ്പി വെക്കും, മുടി കളയും. പിന്നെതാ 2 കൊമ്പ് മാത്രമേ ആയിട്ടുള്ളൂ. പ്രത്യേകിച്ച് അതയ്ക്കാൻ വന്ന് കേക്ക് മേടിക്കാൻ പോയ 2 പേരും എത്തി. എന്നാ കേക്ക് മേടിച്ചോണ്ട് എത്തി. എന്തു പറ്റിയെന്നാ പറഞ്ഞ എന്താ ലേറ്റ് ആയത്? നമ്മള് പറയാനായിട്ട് ലൈറ്റ് വരുന്നതുകൊണ്ടല്ല, നമ്മൾ വരുന്ന വഴിക്ക് നമ്മുടെ ലക്ഷമ്പുഴയുടെ വാതിക്കലായിട്ട് തീ പിടിച്ചു ഒരു ട്രക്കിന്. അല്ല പുകയെന്നുള്ളൂ, സ്മോക്ക് സ്റ്റാർട്ട് ആയതേ ഉള്ളൂ. വേറെ ഒരു കാറുകാർ വന്ന് വട്ടുവിട്ടിട്ട് അവർ പറഞ്ഞപ്പോൾ ട്രക്കിന് ആൾക്കാരൊക്കെ ഇറങ്ങി, പോലീസുകാരൊക്കെ വന്ന്. ഇപ്പൊ പെരുമ്പോ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു. കാരണം അസംബ്ലിണ്ട് നമ്മള് പിന്നെ കൂടുതൽ ഫസ്റ്റ് എയ്ഡൊന്നും നിന്നില്ല. കാരണം ഞാൻ സാധാരണ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ഇടപെടുന്നതാണ്. പിന്നെ മോണോട് നമ്മൾ നിന്നില്ല, കാരണം ഫയറിൽ എന്ത് ആവും അറിയത്തില്ല. റോഡൊക്കെ ഫുള്ള് ബ്ലോക്ക് ആയി കഴിഞ്ഞ് ഒന്നും വറ്റാതിരിക്കട്ടെ. ഞങ്ങൾ ആ സമയത്ത് അവിടെ നിന്നിട്ട് മാറി. പോലീസുകാർക്ക് ഓൾറെഡി വന്നിട്ടുണ്ട്. ഇപ്പൊ ഇതിനാൾ കേക്ക് മുറിക്കാൻ വേണ്ടി പോണ്. 7:50 കേക്ക് ഭയങ്കരമായി പറഞ്ഞു കൊടുക്ക സാർ. എന്ത് പറ്റിയ കേക്കിന് എന്താണ്? കേക്ക് എന്താ? അപ്പം കുഞ്ഞിന് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും. ഉമ്മ എന്തായാലും പറയാം, കുഞ്ഞുമ്മ ഒന്നും പറഞ്ഞില്ല, ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, വെയിറ്റിംഗ് ആണ്. അച്ഛൻ പറയുന്ന നിങ്ങൾക്ക് ചിരിക്കാനുള്ള എന്തോ ഈ കേക്കിൽ. എന്താണിത്? ജീവിതത്തിൽ ആദ്യമാണ് എന്നും വയ്യൊക്കെ ഒരുമിച്ച് വന്നിട്ട് എമ്പോലൊക്കെ ഉണ്ടല്ലേ. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു കേക്ക് കിട്ടുന്നു. എന്റെ ചങ്കി കുത്തില്ല. ഞാൻ അപ്പളെ പറഞ്ഞു ഞാൻ എന്തായാലും ചീത്ത പോലെ.
ഒരു ഫോട്ടോയും കൂടെ എടുത്തു. കേക്ക് കട്ട് ചെയ്യാനുള്ള സ്ഥലമൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഒരാള് തന്നെ കേക്ക് എഴുതിട്ട് എന്നും വൈകും കൂടെ അത് എന്നെ ഏതാണ് വൈകി ഇതാണ്. ഇത് മറ്റേ പിള്ളേര് മറ്റേന്തോ ഈ അയ്യാ എവിടെ നൈസ ഇത് കാണുന്നവർക്കറിയാം ഇത് എന്ത് വായിക്കും. അതുപോലെ ചൈനക്കാരുടെ ഭാഷ അടക്കിരിക്കുന്നത്. ഏറ്റവും വലിയ ഭാഗ്യം സ്വന്തം ഭർത്താവിന്റെ ഇത്രയും സുന്ദരമായ കേക്ക് എന്തായാലും ലൈഫിൽ ആലപ്പുഴ ഫറാസിലാണ് ഷോപ്പിൽ ഫൈസലിക്കാരുടെ ഷോപ്പിലാണ് പോയി നമ്മള് കേക്ക് മേടിച്ചത്. അപ്പം അടിപൊളി കേക്കാണ്. അവിടെ പോയി മേടിച്ചുള്ള ഏറ്റവും വലിയ ഗുണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഇതൊക്കെ നമുക്ക് എഴുതി കൊടുക്കാൻ പറ്റും. അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ടവർക്കും അതെ നമ്മുടെ പ്രിയപ്പെട്ടവർക്കും വേണ്ടപ്പെട്ടവർക്കും വേണ്ടിട്ട് നമ്മൾ കേക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മള് തീർച്ചയായിട്ടും നമുക്ക് നമ്മൾ സ്വന്തം കൈപ്പിടി നമുക്ക് എഴുതി കൊടുക്കാൻ പറ്റും. അവിടെ ഞങ്ങളുടെ പ്രിയപ്പെട്ട നൈസയുടെ 26ാമത്തെ പൂർത്തിയായി. 27 ചെയ്യണം. അതാ ഞാൻ ഉദ്ദേശിച്ചത്. എന്തായാലും മാഷാഅല്ലാ പടച്ചവന്റെ അല്ലെ എല്ലാവിധ ഐശ്വര്യവും ഞങ്ങൾക്കും ഞങ്ങളുടെ ജീവിതത്തിലും എല്ലാവർക്കും നൈസാക്കും ഞങ്ങളെ കുഴിയിലായിരിക്കും ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരും. അപ്പം ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രത്യേകം പ്രാർത്ഥിക്കണം, ദുആ ചെയ്യണം. ദുആ ഞങ്ങളെ തീർച്ചയായും ഉൾപ്പെടുത്തണം. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും എന്തുവാ അനുവാദത്തോടുകൂടി ഞങ്ങളുടെ പ്രിയപ്പെട്ട നൈസ ഞങ്ങളുടെ കുഞ്ഞുമ്മി അല്ലെ എന്താ പറയുക കുഞ്ഞുമ്മിയുടെ ബർത്ത്ഡേ ഞങ്ങൾ ആഘോഷിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ നൈസ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ജന്മദിനം അത് ഞങ്ങൾക്കറിയാം വായിക്കും. നമുക്കറിയില്ല അത്രയൊക്കെ തലവഴി ആക്കിക്കാറില്ല. നീ ഇവിടെ ഇപ്പൊ പോസ് അത് പ്രത്യേകം കാണുന്നത് ഇവിടുത്തോട്ടാണ് കാണുന്നത്. ആർക്കും മനസ്സിലാക്കുന്നത് നമ്മള് തീർച്ചയായിട്ടും സ്റ്റാർട്ടിംഗ് കൂടെ കാണാം. എന്തായാലും കൊള്ളാം കേട്ടാ. അതെ നമുക്ക് ഇവിടെ 2 ബെറി ഇരിപ്പുണ്ട്. അതിന് വേണ്ടി 2 മൊത്തത്തിൽ എന്തായാലും പോയി എടുത്താലും ആദ്യം വെച്ച് 2 പേരും എടുത്ത് ഓരോ നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഇതാ ഇങ്ങോട്ട് ഞാൻ കഴിച്ചോളാം. രാവിലെ കുറെ ദിവസം അത് വേണം ഇത് മേടിക്കാൻ മറ്റേ മേടിക്കാന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പൊ എന്തായാലും കുറെ ദിവസമാണ് ഹോസ്പിറ്റൽ കാര്യങ്ങളായിട്ട് നമുക്ക് ഒരു ഗിഫ്റ്റിന് ചറവറായാണ്. ഇത് സത്യത്തിൽ പൊരിയാവുന്ന സമയമില്ല. കാരണം ചെമ്മല കുറെ ദിവസം ഹോസ്പിറ്റൽ കാര്യങ്ങളാക്കി അതുകൊണ്ട് നൈസ ഇല്ലാത്തപ്പോ എന്റെ കൂടെ ഫുൾ ടൈം ഉണ്ടായിരുന്നു. അതെനിക്ക് ഒന്നും നമ്മളടുത്ത് ഇവർ രണ്ടിനെ അർത്ഥം അറിയാവുന്നവർക്ക് അറിയാൻ പറ്റും. രണ്ട് എപ്പോഴും ഒരേ കണക്ക് നടക്കുന്നത്. എന്നെ ലിപ്സ്റ്റിക് ഒന്നും അറിയത്തില്ല. അറിയാലോ നമ്മള് ബ്രാൻഡ് കളർ ആയതുകൊണ്ട്
അപ്പം എനിക്കൊന്ന് അനിയ ഷൂ മേടിക്കണം, ബാഗ് മേടിക്കണം, വേറെ എന്തൊക്കെയോ മേടിക്കണം എന്ന് പറഞ്ഞു. അവസാനം ഞാൻ ലാസ്റ്റിലാണ് സ്കിപ്പ് ചെയ്ത്. കാരണം ഒന്നാമത്തെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി നമ്മൾ വരാനുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു. അപ്പം അതെല്ലാം കൊണ്ട് നമ്മൾ സ്കിപ്പ് ചെയ്തു. പിള്ളേർ രണ്ടുപേരും ഹോസ്പിറ്റലിൽ പോയിക്കുന്നത് ആ ഒന്നിനും സമയം കിട്ടിയില്ല. അപ്പൊ നൈസാക്കത് കണ്ട എങ്ങനെയാന്ന് എനിക്കറിയില്ല. ഞാൻ കൊറേ തപ്പില്ല, ലാസ്റ്റ് എനിക്ക് ഇത് കിട്ടിയാണ്. തമ്പുരാട്ടിയുടെ സൗണ്ട് ഇപ്പൊ പോവാ, അതുകൊണ്ടിട്ട് കുറച്ച് സംസാരിച്ചാൽ മതി. എന്താണ് താൻ പൊട്ടിക്കടോ, നോക്കട്ടെ തന്റെ ഗിഫ്റ്റ് എന്താന്നുള്ളത്. ഇപ്പൊ എന്തായാലേ നിങ്ങളുടെ ചക്കടുപ്പൊന്നു ഇതേ ഗിഫ്റ്റ് പൊട്ടിക്കാൻ വേണ്ടി പോവാണ്. ഭയങ്കര എക്സൈറ്റ്മെന്റിലൊക്കെ ആണ് ഇരിക്കുന്നത്. ഈ സാധനം കഴിഞ്ഞ ദിവസം വന്നപ്പോ ഞാൻ ചോദിച്ചാ അതെന്തോ വന്നത്, അത് സെറിക്ക് ഞാൻ എന്തോ ഓർഡർ ചെയ്തത് എന്നോട് പറഞ്ഞത്. ഞാൻ അതിന് ചോദിച്ചു സെറി എന്തത് കൊണ്ടുപോകണത്. അപ്പൊ എന്നോട് വെച്ചോ അവളെ ഞാൻ വിളിച്ചു പറയാൻ മറന്നുപോയത്. അവളെ ഞാൻ വിളിക്കണമെന്ന്. നമുക്ക് പൊതിയാനുള്ള ഇതുപോലും കിട്ടില്ല, കാരണം ഇവിടെ എല്ലാ സമയത്തും ഇതിനകത്ത് തന്നെ ആയിരിക്കും. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞത് എന്റെ ഫ്രണ്ടിനെല്ലാം വീട്ടിൽ കൊണ്ടെല്ലാം വെക്കാം, വേറെ ഇപ്പൊ പിന്നെ ഒന്നും മേടിച്ചില്ല. അച്ചുകൂട്ടാ ചരിഞ്ഞേക്ക്. ഫ്ലിപ്കാർട്ടുകാർ പൊതിഞ്ഞു തന്ന ആ ഒരു ഗിഫ്റ്റ് അത് കണക്കാൻ ഇരിക്കുവാണ്. അപ്പം കുഞ്ഞുമ്മിക്ക് അനിയ സെലക്ട് ചെയ്ത ഒരു ഷൂവും സെലക്ട് ചെയ്തായിരുന്നു, ബാഗ് സെലക്ട് ചെയ്തായിരുന്നു. അപ്പൊ ലാസ്റ്റ് ഞാൻ പറഞ്ഞ ബാഗ് മാത്രം നമ്മൾ എടുക്കുന്ന അളവല്ലായിരിക്കും ഇവിടെ വരുമ്പോ, പിന്നെ വന്നിട്ട് പിന്നെ മാറിക്കാൻ അത്ര ടൈമില്ല, അതുകൊണ്ടാണ് ലാസ്റ്റ് ഇതെടുത്ത. വള്ളിയില്ലേ വിചാരം അതിനകത്ത് ആ വള്ളി ഓ ഇതാണ് എന്നോട് കഴിഞ്ഞ ദിവസം ഫോട്ടോ കാണിച്ചിട്ട് ഇങ്ങനത്തെ ബാഗ് ഇഷ്ടമാണോ എന്ന് ചോദിച്ചല്ലേ. ഇപ്പൊ ഞങ്ങള് പുറത്തിറങ്ങിയതായിരുന്നു. അപ്പൊ ഞാൻ എന്തോ മറന്നണക്ക് തോന്നിക്കപ്പോ ഞാൻ പറയടി ബാഗ് കൊടുത്തില്ല, മറന്നുപോയി. ഞാൻ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് കൊടുക്കണമെന്ന് പറഞ്ഞോണ്ടിരുന്നു. ഈ നമ്മളെ സ്പീഡിൽ എല്ലാം വിട്ടുപോയി. അപ്പൊ എന്തായാലും അപ്പൊ എന്തായാലും ഇത് ഈ കളറിലെ റോസ് ഗോൾഡിന്റെ വാച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് എന്റെ ബർത്ത്ഡേയുടെ അന്ന് തലേ ദിവസം ഇതേപോലെ 12 മണിക്ക് ഇവര് രണ്ടുപേരും കൂടി വന്ന് എന്നെ വിളിച്ച് അങ്ങനെ കേക്ക് കിട്ടിയത്. ഇക്കെന്റെ ഡ്രസ്സ് വന്ന് അനിയ എനിക്ക് അന്ന് വാച്ചായിരുന്നു തന്ന. ഞാൻ തിരിച്ച് കൊടുക്കണമെന്നൊക്കെ വിചാരിച്ചിരുന്ന കറക്റ്റ് സമയത്ത് ഞാൻ വണ്ടിയെന്ന് വീണ് വാങ്ങാൻ പറ്റിയില്ല. കഴിഞ്ഞ പ്രാവശ്യം നമ്മളല്ല സർപ്രൈസ് ആയിട്ട് ഡ്രസ്സൊക്കെ കൊടുത്തായിരുന്നു രാത്രി. അനിയുടെ കാല് സർജറി കഴിഞ്ഞിട്ട് പോലും നമ്മള് സർപ്രൈസ് ആയിട്ട് കുറെ കാലം ചെയ്യാൻ പറ്റി. ഇപ്രാവശ്യം നമുക്ക് അത്രയ്ക്കും ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്തായാലും നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോണ്. മണിപ്പോ തന്നെ 8:30 എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ബിലോ. പക്ഷെ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. 2 ദിവസം ഭയങ്കര സ്നേഹമായിരിക്കും, എനിക്ക് വയ്യ. 2 ദിവസം ഇവരെന്തായാലും എനിക്ക് അൽഹംദുലില്ലാ അതൊരു ഭയങ്കര ഭാഗ്യമുണ്ട്. ഇവര് തമ്മിലാണ് ഭയങ്കര കൂട്ടും കാര്യങ്ങളെല്ലാം. എന്റെ ഗിഫ്റ്റ് അത് നിന്നെക്കുള്ള ഗിഫ്റ്റ് ഇതേക്കുന്നു 3 എണ്ണം. ഇതിന് നല്ല ഗിഫ്റ്റ് ഇല്ല. ഇക്കാടെ ഗിഫ്റ്റ് 2 ചേർ എടുക്കാൻ വേണ്ടി 4 എണ്ണം പോയിട്ട് എടുത്തോണ്ട് 2 ചുരിദാർ എടുക്കാൻ വേണ്ടി 4 ഡ്രസ് എടുത്തു വന്നിക്കാം. അപ്പൊ എന്തായാലും ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി പോവാണ്. ഇവിടെ 2 പേർക്ക് ഭയങ്കര പരാതി. ഇക്കയുടെ ബർത്ത്ഡേക്ക് ഞങ്ങൾ മിക്കപ്പോഴും എന്തെങ്കിലും ഒക്കെ ഗിഫ്റ്റ് സർപ്രൈസ് കൊടുക്കും. ഇവരുടെ ബർത്ത്ഡേക്ക് സർപ്രൈസ് ഈ പ്രാവശ്യം ഞങ്ങൾ ഇവരുടെ 2 പേരുടെ ബർത്ത്ഡേക്ക് സർപ്രൈസ് കൊടുക്കും ഗൈസ്. 2 പേർക്കും ഭയങ്കര സങ്കടം, അവരുടെ ബർത്ത്ഡേക്ക് ഞങ്ങളൊന്നും കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞു. സർപ്രൈസ് നിനക്ക് എന്തെങ്കിലും പറയാതെ എഴുതുന്ന ഞാൻ പറഞ്ഞോളാം. എന്തായാലും ഇപ്പൊ നമ്മൾ ഇറങ്ങുവാണ്, ലേറ്റ് ആയി. കമോൺ. കേക്ക് മുറിയും കഴിഞ്ഞു, സർപ്രൈസും എല്ലാം കഴിഞ്ഞു. ഞങ്ങൾ ഇറങ്ങി 7 മണി പറഞ്ഞ് 7:30 പറഞ്ഞ് ഇപ്പം മണി 8:30 കഴിഞ്ഞു. തിരിച്ചെന്നാലും വീട്ടിൽ വരും 11 മണിയെങ്കിലും ആകും അല്ലേ? ഓ ഞങ്ങള് വല്ലപ്പോഴും ഇല്ല പുറത്ത്. ഞങ്ങൾ ഈ മാസം തീർന്ന് ഞങ്ങൾ ഇതുവരായിട്ട് പുറത്തോട്ട് കൊണ്ടുപോകാം. കഴിഞ്ഞ വർഷം ഞങ്ങളെ കൊണ്ടുപോയതാ. ഇപ്പൊ ഈ വർഷം ഇതുവരായിട്ട് ഞങ്ങളെ കൊണ്ടുപോയിട്ടില്ല. 1 വർഷം കഴിഞ്ഞു കല്യാണത്തിന്. കഴിഞ്ഞ വർഷം കൊറേ പോയാട്ടോ. ഡിസംബറിലാണ് തന്നെ പിള്ളേരുടെ വെക്കേഷനും അവിടെ മറ്റേ ന്യൂ ഇയറിന് ആകാശം ബീച്ച് ഫെസ്റ്റിവൽ എല്ലാം ഒറ്റ സമയത്തായതുകൊണ്ട് ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തിട്ട് 10 ദിവസം അല്ല 1 ദിവസം മാത്രമേ ഞങ്ങൾ പുറത്ത് പോകാൻ. ബാക്കി എല്ലാ ദിവസവും ഞങ്ങൾ
പുറത്ത് തന്നെയായിരുന്നു. കൂടുതൽ സംസാരിക്കുമ്പോൾ ഒച്ച അടയാൻ വേണ്ടി തുടങ്ങി. നമുക്ക് മൈക്ക് ഡൂക്കിന് കൈ മാറാം. ഇന്ന് വൈകുന്നേരം വരെ ഒരു കുഴപ്പമില്ല, ഞാൻ തൊണ്ടയാ. വൈകിട്ട് എന്താ പറ്റിയത് എനിക്ക് അറിയത്തില്ല. വണ്ടിയെ പോയപ്പോ അതെ, അവിടെ നിന്ന് പോയിട്ട് വന്നപ്പോ പിന്നെ സൗണ്ട് ഇല്ല. അവിടെ ചെന്നിട്ട് ഇരുന്നിട്ടില്ല. ഇല്ലോണ്ട് എന്നെ ഫോണിൽ വിളിക്കുന്നതിന്റെ വ്യത്യാസമുണ്ട്. ഉച്ചക്ക് ഇത്ര വ്യത്യാസം ഇല്ല, ഇത്ര അടഞ്ഞിട്ടില്ല സൗണ്ട്. പായസം കൊടുത്ത് അകത്ത് കേറി അതെ ഇരുന്ന് വളരെ സ്പീഡ് തിരിച്ചു വന്നു. അതെ, അപ്പോഴത്തേക്കിനും ഇങ്ങനെ പിന്നെ വന്നു കഴിഞ്ഞ് കുറച്ച് ചൂടുവെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പം സെറ്റ് ആയായിരുന്നു. എന്നാലും പിന്നെയും പിന്നെ അടഞ്ഞു വരുന്നുണ്ട് സൗണ്ട്. കേക്ക് തിന്ന് അടഞ്ഞു. ഇനി കുറച്ചു നേരത്തേക്ക് പിന്നെ കാറ്റ് മാത്രമേ ഉണ്ടാവത്തുള്ളു. ഇന്ന് നമ്മളെ രണ്ടുപേരും കൂടി വ്ലോഗ് എടുത്തോന്നൊക്കെ നേരത്തെ പറഞ്ഞ. അപ്പൊ ഞാൻ ചുക്കിട്ട് വെള്ളം ചൂടാക്കി കൊടുത്തു. ഞാൻ പറഞ്ഞു അപ്പൊ നൈസാൻ എടുത്ത് പറയാം എന്റെ ബർത്ത്ഡേക്ക് ഞാൻ തന്നെ സംസാരിക്കണം. പിന്നെ ഒത്തിരി എഫേർട്ട് എടുക്കുന്നുണ്ട്, പക്ഷെ അത്ര ഒച്ച വരുന്നുണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിയുന്നില്ല. അനിയുടെ സംസാരത്തിന്റെ അത്ര എന്റെ സംസാരം വരില്ല. ഞാൻ എങ്ങനെയൊക്കെ സംസാരിച്ചാലും അത്ര എത്തത്തില്ല. ഞങ്ങള് ഒരു പ്രാവശ്യം റൂഫ് ടോപ്പ് കഫേ ഇവിടെ ആലപ്പുഴയിലെ ഫസ്റ്റ് റൂഫ് ടോപ്പ് കഫേ എന്നല്ലേ രണ്ടാമത്തെ അവിടെ ഞങ്ങൾ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്. എപ്പോഴും നമ്മളായിട്ട് പോയി വിനുവിലായിട്ട് നമ്മളെപ്പോഴും പോയെന്നല്ല അറിയാവോ. നമ്മള് റിലയൻസ് മാളിൽ പോയിട്ട് അല്ല, ആദ്യമായിട്ട് നമ്മള് റിലയൻസ് മാളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോ 2 പ്രാവശ്യം പോയിട്ടുണ്ട് നമ്മളെല്ലാരും കൂടെ. എനിക്ക് തോന്നുന്നു ഇല്ല, ഒറ്റ പ്രാവശ്യം പോയി. എന്തായാലും നമ്മള് മണ്ണഞ്ചേരിലെ അമ്പലവളങ്കരയിലെ ഇപ്പൊ പുതിയതായിട്ട് തുടങ്ങിയ ഫുഡ് കോർട്ടിൽ പോകാൻ വേണ്ടിയാണ്. അപ്പൊ നമ്മളത് ക്യാൻസൽ ചെയ്തു. ഇപ്പൊ എന്തായാലും നമ്മള് ഇങ്ങോട്ടാ പോകുന്നത്. ഇന്നിപ്പോ വേറെ എവിടെ അല്ല. അയ്യോ, മറ്റേ വണ്ടി ഒന്ന് തിരിച്ചു പിടിച്ച ക്യാമറ ഇവിടെ ആയിട്ടാ നേരത്തെ അസനെ ആ ഒരു നമുക്ക് കാണാൻ പറ്റും കേട്ടാ. അപ്പൊ ഇപ്പോഴും അതിന്റെ ആ ഒരു പ്രിക്കോഷൻ ഒക്കെ നടക്കുവാണ്. അപ്പൊ അവരുടെ ആൾക്കാരൊക്കെ മാറി ഹസാലൈറ്റ് ഒക്കെ ഇട്ടുന്ന സാധനങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമ്മള് പ്രതീക്ഷ കണക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അൽഹംദുലില്ലാ, ആർക്കും അപകടങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. അത് വേണ്ട രീതിയിൽ തന്നെ അത് വേണ്ടപ്പെട്ടവര് അത് വളരെ ഐഡിയ പൂർവ്വം അത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എനിക്കും സൗണ്ട് പോയിട്ട് ഏകദേശം കുറേ ദിവസത്തോളം ആയിരുന്നു. ഇന്നാണ് കുറച്ച് പുറത്തോട്ട് വന്നത്. അതിനൊക്കെ എന്തായാലും ഇപ്പൊ 2 ദിവസം പിടിക്കും. കാരണം ഈ തണുപ്പിന്റെ ഒക്കെ പിന്നെ രാത്രി ഇപ്പൊ എന്തായാലും നമ്മളിപ്പോ നേരത്തെ പറഞ്ഞില്ല, ഇപ്പൊ നമ്മളങ്ങനെ ഇവരെ കൊണ്ട് പുറത്തു വരില്ല. ഞാൻ ഓൾറെഡി ഇപ്പൊ എല്ലാ ദിവസവും പുറത്ത് തന്നെയാണ്. എന്റെ ഇന്റിമേറ്റ് ഫ്രണ്ട്സ് ഒരാളായ ചെമ്പൻ അനുന്ന പേര്, അവൻ വന്നിട്ടുണ്ടായിരുന്നു. പോരാതിന് നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു കന്യാകുമാരിന്ന് റോബിൻ ഫാമിലി അവന്റെ കസിൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ തിരിച്ചു പോയതേ ഉള്ളൂ. അപ്പൊ ഞങ്ങളൊരു പ്ലാനിങ്ങിലാണ്. ചിലപ്പോ ശനിയാഴ്ച ഞങ്ങൾ തിരിച്ച് അങ്ങോട്ട് കന്യാകുമാരിലോട്ട് പോകുമായിരിക്കും. അതൊക്കെ ചിലപ്പോ ഇപ്പൊ പോയിട്ട് വന്നിട്ട് ഇവര് പന്നു പറഞ്ഞതുകൊണ്ടാണ്. ഞാൻ പോയിട്ട് എനിക്ക് എറണാകുളത്ത് പോകാനുള്ളതാണ് ഇപ്പൊ ചെന്നതിന് ശേഷം തിരിച്ച്. അത് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനത്തെ കുറെ നമ്മള് സർപ്രൈസുകൾ കുറെ പൊട്ടിക്കുന്നതായിരിക്കും. ഇപ്പൊ രണ്ടിന് മോന്തണ്ട, അതത്ര വലിയ സർപ്രൈസ് അല്ല. സുട്ടാമണിക്ക് ചുമയായിട്ട് ഇതണ്ട ഇങ്ങനെ ഇരിക്കണം. AC അടിക്കുന്നോണ്ട് കാറ്റടിക്കുന്നോണ്ട് ഞാൻ പുറത്തോട്ട് പോകുന്നാടോ. ഇല്ല, കേക്കും കൂടി കഴിച്ചോണ്ടേ കേക്ക് അടിച്ചു കിട്ടും. 2 പേർക്കും ഭയങ്കര ഇഷ്ടം. പ്രത്യേകിച്ച് കസിനേക്കാളും ഭയങ്കര ഇഷ്ടമാണ് ഖദീജക്ക് കേക്ക്. അച്ഛന് ഇഷ്ടം. അച്ഛന് ചോക്ലേറ്റ് രാവിലെ എന്നോട് പറഞ്ഞായിരുന്നു കുഞ്ഞുമ്മി കേക്ക്. പക്ഷെ ഇന്ന് 2 തഗ്ഗൊക്കെ അടിച്ചേട്ടോ. ഇന്ന് ഞങ്ങള് കേക്ക് മേടിക്കാൻ വേണ്ടി പോയ സമയത്ത് അവിടെ ചാസം തഗ്ഗടിച്ച്. പിന്നെ അനിയോട് എന്തെല്ലാം പറഞ്ഞ് അല്ലെ, നൈസോടും പറഞ്ഞ് ഇന്ന് ആളിച്ചിരി ഉഷാറായിട്ട് പോണ്ട്. 2 ദിവസമായിട്ട് സ്കൂളിൽ പോലും വിടാൻ പറ്റില്ല. മുത്തുമണി 2 ദിവസത്തിന് രണ്ടുപേർക്കും പനിയായിട്ടിരിക്കും. വിചാരിച്ചിരുന്ന പക്ഷെ ആദ്യമായിട്ട് നമ്മളല്ല അനിയ ക്യാപ്സൂൾ ഇങ്ങനെ അടുപ്പിച്ചല്ലേ കൊടുക്കുന്നല്ലേ. അച്ചുകുട്ടൻ കഴിഞ്ഞ ആഴ്ച ഒന്നുകൊണ്ട് കാണിച്ചു. അല്ല നമ്മള് ഇത്ര നാള് കുഞ്ഞുങ്ങൾ സിറപ്പല്ല ഇപ്പം ടാബ്ലറ്റ് കഴിച്ചിട്ടുണ്ട് അച്ഛൻ. പക്ഷെ എങ്കിലും 2-3 ആയിട്ട് കഴിക്കുന്ന ആദ്യമായിട്ടാണ്. അത് നമ്മുടെ ആന്റിബയോട്ടിക് എല്ലാം. ഈ ഇപ്പം മറ്റേ ഇപ്പം രാത്രി മൊത്തം തണുപ്പ്, രാവിലെ ആകുമ്പോഴത്തേക്ക് ഭയങ്കര 12 മണിക്ക് ഒരു 11 മണി കഴിഞ്ഞാൽ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. അത്രയും ചൂടാ. ദേഹമൊക്കെ ഇങ്ങനെ പൊള്ളും. കോട്ടിടാനൊക്കെ ഇറങ്ങിയപ്പോഴേ തീർന്നു. കയ്യിലെ വാച്ചും മറ്റേ ഇത് കൈ തമ്മിൽ 2 കളറ് കണ്ടില്ലേ. ഇതേ 2 കളറായി പോയി. ഒന്ന് ബ്രൗണും ഒന്ന് കാപ്പിപ്പൊരിയും. കാപ്പിപ്പൊരി അച്ഛ പറയുന്നത് എനിക്ക് ഭ്രാന്തായെന്ന. എന്ത് പറ്റി? അതെ, ഇന്നത്തെ ഷോർട്സ് കണ്ടവർക്ക് മനസ്സിലാക്കാം. ഇന്ന് ഷോർട്സ് ഇട്ടായിരുന്നു വീട്ടിൽ. ഞാൻ കണ്ടില്ല. ഞാൻ വന്നിട്ട് നിസ്കരിക്കാൻ വെച്ചിട്ട് മാമ ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പം മാമല്ലോട് സംസാരിച്ചിരിക്കുവായിരുന്നു കുറച്ചു നേരം. അപ്പൊ അത് കണ്ട് നേരെ കുളിച്ച് നിസ്കരിച്ച് പിന്നെ പോയി. അങ്ങനെ കണ്ടിട്ടില്ല എന്തായാലും.
നമുക്ക് വണ്ടിയിലിട്ട് കണ്ടാൽ വേറെ നൈസയുടെ അമ്മ അല്ലേ, ഞങ്ങള് ബർത്ത്ഡേ സാധാരണ കേക്ക് എല്ലാം കഴിഞ്ഞ പ്രാവശ്യം കൊടുക്കാൻ കൊടുക്കാൻ പറ്റില്ല. നൈസയുടെ കസിന്റെ കല്യാണമായിട്ട് അമ്മ പോയതാണ് തുമ്പോളിയില്, ഇതുവരെ വന്നിട്ടില്ല. മിക്കവാറും ആ കൊച്ചു ജനിച്ച് അതിന് പേരിട്ടുണ്ട് തോന്നുന്നു. അമ്മ മിക്കവാറും വീഡിയോ കാണുമായിരിക്കും. അയ്യോ അങ്ങനെ ഒരിക്കലും കാണപ്പെടുന്നത്, കാരണം അമ്മയും അമ്മച്ചിയും നമ്മുടെ സ്വന്തം ആൾക്കാരാണ് കേട്ടാ. അതല്ല, അമ്മച്ചമ്മയുടെ കൈക്ക് വയ്യാതിരിക്കുക. അപ്പൊ ഓൾറെഡി 31st ഡോക്ടറെ കാണിക്കണം അവിടെ. അതുണ്ട്, അതും കൂടി കഴിഞ്ഞിട്ട് പോരാല്ലോ എന്ന് വിചാരിച്ചു. അതിന്റെ ഒക്കെ 2-3 തവണ അമ്മ വീട്ടിൽ പോയായിരുന്നു. ഇവിടെ ഞങ്ങൾ സ്ഥലം കഴിഞ്ഞോ ഇല്ലയോ എന്ന് അറിയത്തില്ല, മനസ്സിലാവുന്നില്ല. തപ്പിത്തടയോ കഴിഞ്ഞോ ഇല്ലയോ, അങ്ങനെയൊക്കെ വഴുതെറ്റി. നമ്മള് ഫോണിലായിരുന്നു വണ്ടി ഓടിക്കായിരുന്നു, അപ്പൊ അതിന്റെ ഇടക്ക് എത്തിപ്പോയതാണ്. വണ്ടിയിലാണ് അവിടെയല്ലേ നമുക്ക് തെറ്റിയിട്ടില്ല, നമുക്കറിയല്ലോ അതല്ല, അതേ റൂഫ് ടോപ്പ് കഫേ ഇപ്പോഴത് കണ്ടത്. ഓ, ഇത് ക്ലിയർ ആവുന്നില്ല. കണ്ടു നമ്മളെ മാടി മാടി വിളിക്കുന്നില്ലല്ലോ. സാധാരണ മാടി മാടി വിളിക്കുന്ന കാണാൻ രാവിലെ മാത്രമേ മാടി മാടി ഇത് വിളിക്കത്തുള്ളൂ. രാത്രി വേണമെങ്കിൽ ഒന്ന് കഴിച്ചിട്ട് വെക്കും. ഇവിടെയാണ് ഞങ്ങൾ മറ്റേ ആലപ്പുഴ പറഞ്ഞ ഫസ്റ്റ് റൂഫ് ടോപ്പ് കഫേ തന്നെ. ബാക്ക്ഗ്രൗണ്ടിൽ ഇത്രയും ഒച്ച ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് അത് മനസ്സിലാവുമെന്ന് അറിയത്തില്ല. സൗണ്ടും കൂടി ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ പാടായിരിക്കും. ഇവിടെ നിന്ന് നല്ല സ്ലോപ്പിൽ കുറച്ചങ്ങ് കയറാനുണ്ട്. മുകളില് നമുക്ക് ഇതിന്റെ ഏറ്റവും മുകളിലാണ് ഇത് നമുക്ക് ഫുഡ് കഴിക്കുന്ന സ്ഥലം. ടൈമിൽ നമുക്ക് യൂട്യൂബ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നുള്ളല്ലേ. നമ്മളൊരു വീഡിയോ എടുത്ത് പക്ഷെ നമുക്ക് അതൊന്നും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ പോസ്റ്റ് ചെയ്തൊന്നുമില്ല. ഞങ്ങള് ആദ്യം വീഡിയോ ഒക്കെ എടുത്തിരുന്നത് വെറുതെ വീഡിയോ മാത്രം എടുക്കും. ശരിയാണ്. ഈ ബിൽഡിംഗ് എന്താണെന്നറിയാമോ, അത് ഞങ്ങള് ടിഷ്യൂ പേപ്പർ ചുരുട്ടി അറിഞ്ഞത് ഇങ്ങോട്ടായിരുന്നു. ആദ്യമൊക്കെ ഞങ്ങൾ വീഡിയോ വെറുതെ ജസ്റ്റ് ഒന്ന് എടുക്കുക, എന്നിട്ട് വോയിസ് കൊടുക്കുക ചെയ്യുന്നത്. വോയിസ് കൊടുക്കാൻ തന്നെ വീഡിയോ എടുത്ത് കൊറേ ആദ്യത്തേക്ക് വീഡിയോ എടുത്ത് നോക്കിയേക്കാം. കുറച്ചങ്ങ് നടന്നു കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് കയറ്റ. മൂന്നുപേരും കൂടെ ഫുഡ് എന്ത് ഓടുന്ന പറയാനുള്ള ഒരു ഓട്ടത്തിലാണ്. എന്താ നോക്കുന്ന അറിയത്തില്ല, എല്ലാം നോക്കിക്കൊണ്ടിരിക്കണം. പിള്ളേർ വരുന്നില്ല. ചോദിക്കുന്ന വെച്ചാൽ നമ്മളിവിടെ വന്നിട്ട് റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കോംബോ ഓഫർ ഉണ്ടെന്നുള്ളത്. മാനേജ്മെന്റ് ഒക്കെ ചേഞ്ച് ചെയ്യുന്ന പറഞ്ഞു. ഇപ്പം എന്തായാലും ചെറിയ പിള്ളേർ സെറ്റ് തന്നെയാണ്. എന്തായാലും അവർ ലേഡീസും ഉണ്ട്, പിള്ളേരുണ്ട്. അപ്പോൾ എന്തായാലും നല്ല അഭിപ്രായമാണ് ഇവരെ കുറിച്ച് പോയിട്ടുള്ളത് അല്ലേ. ഞങ്ങൾ 699 ഓഫർ പെരിപ്പെരി ഉണ്ട്, മെക്സിക്കൻ കുറച്ചുകൂടി സ്പൈസി ബട്ടർ നാൻ, 4 ലൈം ജ്യൂസ് എല്ലാം കൂടെ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അയ്യോ, ഇത് തണുപ്പ് വേണ്ടെന്ന് പറഞ്ഞിരിക്കുക. ഇവിടെ എല്ലാത്തിനും ഒരെണ്ണം പിള്ളേർക്ക് മാത്രം പറഞ്ഞാൽ തണുപ്പ് വേണ്ടെന്ന് പറഞ്ഞു. ഞാനെല്ലാത്തിനും തൊണ്ടടിച്ചു ഇതല്ലേ. അപ്പൊ ലൈം ജ്യൂസ് പിന്നെ ഇവിടുന്ന് പോകുമ്പോ എനിക്ക് കാറ്റ് മാത്രം ഉണ്ടാകത്തുള്ളൂ.
എനിക്ക് തോന്നി നേരത്തെ സ്കൂളിൽ പോകത്തോണ്ട് നേരത്തെ എഴുന്നേറ്റ് മദർസിലെ മോനെ സ്കൂൾ മെന്റെ കൂടെ ഒന്ന് രാവിലെ ഒന്ന് കിടന്നു എന്റെയും കഥയാടേയും കൂടെ ഒന്ന് കിടന്നു രാവിലെ എന്റെ കുറച്ചേരം കിടന്നിട്ട് ഓടിയപ്പോ തന്നെ എന്ത് വേണം സിംഗിൾ ഇല്ല വെട്ടുണ്ട് നല്ല വെട്ടുണ്ട്. കയ്യാപ്പി ഉണ്ടല്ലോ ഇതിൻ്റെ അകത്ത് ബട്ടർ ചിക്കൻ്റെ ഫോട്ടോ ഉണ്ട്. അത് കണ്ടിട്ട് പറയാം നമ്മളിത് വീട്ടിലുണ്ടാക്കിയ സാധനമല്ലേ കുഞ്ഞുമ്മീത്. അതേപോലെ ഇവിടെ ഒരു ഭയങ്കര ഓർത്തിരിക്കും ഇയാളിങ്ങനെയുള്ള സാധനമുണ്ട്. ഇതിൻ്റെ അകത്തൊരു ക്യാപ്റ്റീനോടെ ഫോട്ടോ ഉണ്ട്. നമ്മൾ തണ്ണീർമുക്കം പോയപ്പം അവിടുന്ന് കുടിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഞങ്ങൾ കുടിച്ചിട്ടുള്ളതാണ്. എന്താ നല്ല ടേസ്റ്റാ, നല്ല സാധനം. നമ്മള് ഇവിടുത്തെ ഒരു ലൈറ്റ് എന്ന് വെച്ചാൽ ഒരു ഓഫ് ലൈറ്റ് അങ്ങനത്തെ ഒരു ഇതാ മഞ്ഞ വെട്ടം ഒരു ഇതില്ലേ അതാണ്. നമുക്ക് വലിയ വെട്ടുണ്ട്. ഞങ്ങള് എത്ര നേരം നമ്മുടെ വിവോയിലായിരുന്നു എടുത്തോണ്ടിരുന്നത്. ഇവിടെ അപ്പൊ അതിനകത്ത് എടുത്തപ്പോഴത്തെ ഒരു ബ്ലറർ കണക്ക്. അപ്പൊ നമ്മൾ ഇരിക്കാതെ പിന്നെ ഞങ്ങൾ ഐഫോൺ മേടിച്ച് അപ്പൊ അത് പിന്നെ എടുത്ത വലിയ കുഴപ്പമില്ല നമുക്ക്. എന്താ നമ്മുടെ കോംബോ ഓഫറിന്റെ സാധനമൊക്കെ എത്തി. എന്തുവാ സ്പൈസി ഇത് വേണോ? നല്ലൊരു വേണോ? ആസാദി കഴിക്കണ്ടേ? ഒരു പ്ലേറ്റും കൂടെ ഉണ്ടോ? എന്തോ ഒരു സാധനം ഇതായത് നല്ല എരിവുണ്ട്. ബട്ടർ നാൻ അല്ല, ബട്ടർ നാൻ അല്ല. ഞങ്ങൾ ആദ്യം ഒരു ബട്ടർ നാൻ, ഞങ്ങൾ വീട്ടിലൊരു ബട്ടർ നാൻ ആദ്യം ഉണ്ടാക്കി, സക്സസ് ആയി. രണ്ടാമത് ഉണ്ടാക്കി ചീറ്റിപ്പോയി. അത് തന്നെ രണ്ടാമത് ചീറ്റിയല്ല, അത് നമ്മൾ വെച്ചിട്ട് അതൊന്ന് ബട്ടർ ചിക്കൻ പിള്ളേർക്ക് കൊടുക്കുക. അത് സാലഡാന്ന് തോന്നുന്നു, മറ്റേതല്ലേ. വാർപ്പിൽ കോൺസെൻട്രേറ്റ് അല്ല, കറിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് കുട്ടി മിണ്ടുന്നില്ല. ഞങ്ങൾ അവരാളെണ്ണീട്ടാന്ന് തോന്നുന്നു പോയത്. എനിക്ക് കാല് വേണ്ട. എന്റെ ചിക്കൻ പീസും കറിയും എല്ലാം കഴിക്കാൻ സ്റ്റാർട്ടായിട്ട് നല്ല ഫുഡാണ് അല്ലേ. നല്ല ഫുഡാണ്, ഇഷ്ടപ്പെട്ടതിന് ഭയങ്കര ബെനിഫിറ്റാണ്. ഒരുപാട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ പേരിൽ കഴിച്ചിട്ട് ഒരുപാട് വേസ്റ്റായിട്ട് പോയിട്ടുണ്ട്. നമുക്കങ്ങനെ കഴിച്ചിട്ട് ഇത്ര തീരുമെന്ന് അറിയില്ല, കാരണം സ്പൈസി ആയിരുന്നു. ഇത് അതാ നമ്മൾ കഴിക്കട്ടെ. കഴിക്കുന്ന സമയത്ത് നമ്മൾ എന്തായാലും സംസാരിക്കത്തില്ല, അറിയാലോ. അല്ല ഞാൻ തകർക്കാൻ തുടങ്ങി കഴിഞ്ഞു. അതെ, കഴിച്ചിട്ട് 2 മണിക്കൂർ. നമുക്ക് ഇവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചപ്പോഴത്തെ കാഴ്ചകളൊക്കെ നമുക്ക് നല്ലപോലെ കാണാം. അതല്ലേ ഏറ്റവും വലിയ ഭംഗി. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ സൈഡിലോട്ട് നോക്കിയപ്പോൾ നമുക്ക് ഈ അമ്പലത്തിന്റെ മുകളിലുള്ള മറ്റേ മേൽക്കൂരയില് അതേ കണക്ക് പെട്ടെന്ന് നമുക്ക് തോന്നി. അങ്ങനെ ഫുഡെല്ലാം ഫുൾ ഫിനിഷ് ചെയ്ത് എന്നിട്ട് ബാലൻസ് ചിക്കൻ ഉണ്ടായി. പിന്നെ ഞങ്ങളത് പാഴ്സലായി വേണ്ടി പറഞ്ഞു. നല്ല ഭംഗിയുണ്ട് കേട്ടോ നമ്മുടെ വ്യൂ കാണാൻ.
അയ്യാപ്പൂ കഴിഞ്ഞ് ക്ഷീണിച്ച ഫുഡെല്ലാം കഴിച്ച് വയറ് ക്ഷീണിച്ച് തളരുന്നതായിട്ട് നമ്മളിപ്പോ ബാക്കി വന്നിട്ട് പായസലെടുത്ത് ഒരു പീസ് നമ്മൾ പായസലെടുത്ത് ഞങ്ങള് കോംബോ ഓഫർ ആയിട്ട് എടുത്തത്. അപ്പം കഴിച്ചിട്ട് പിന്നെയും ബാക്കി അല്ല നമ്മള് മറ്റേ സാധനം പിന്നെ മറ്റേ ഞങ്ങള് രണ്ടാം ഒന്നും കൂടെ വാങ്ങിച്ചു. രണ്ടെണ്ണം ലാസ്റ്റ് ഒരു പീസ് മിച്ചം വന്നു. പിന്നെ ഞങ്ങള് മൂന്നുപേരും കൂടി ഷെയർ അത് തണുത്ത് നമുക്ക് കഴിക്കാൻ പറ്റും. ആ ഒരു ചൂടോടെ കഴിച്ചാൽ ഒരു ടേസ്റ്റ്. പിന്നെ ചിക്കൻ വന്ന ബാക്കി ഞങ്ങൾ പൊതിഞ്ഞ് പാഴ്സൽ ഇതാക്കി എടുത്തു. ബട്ടർ ചിക്കൻ ഉണ്ടായിരുന്നു, 5 പീസ് ഉണ്ടായിരുന്നു. അപ്പൊ അതും കഴിച്ച് ഞങ്ങള് പറഞ്ഞു ഫുഡ് കൊള്ളാം അല്ലേ, അത്യാവശ്യം നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആണ്, നല്ല ഫുഡ്. അതിന്റെ സാലഡ് മാത്രം ഞങ്ങൾ അതിന് തൊട്ടില്ല, ജസ്റ്റ് ഒന്ന് തൊട്ടപ്പോ ഭയങ്കര എരിവായി പോയി. നമ്മളത് സലാഡ് മാനസിനകത്ത് ഇട്ടാ കഴിച്ചത്. അപ്പൊ അത് കൂടുതലായിട്ട് എന്താ ക്രിസ്പി ഒക്കെ അല്ലേ, കൂടുതലായിട്ട് എരിവി കഴിക്കുന്നവർക്ക് സ്പൈസി കഴിക്കുന്നവർക്ക് എന്തായാലും നല്ല ഇഷ്ടപ്പെടും. ടൈറ്റ് ആണ് കുഴപ്പമില്ലെങ്കിലും. അപ്പൊ എരിവുള്ളതുകൊണ്ട് വെള്ളവും കുടിച്ച് നമുക്ക് അതിനോട് തന്നെ ലൈമും ഉണ്ട്. നമ്മള് കൊറേ കേക്ക് പകുതി കേക്കുകളും വീട്ടിൽ ഞങ്ങൾ 5 രൂപ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. ഫസ്റ്റ് പായസം കഴിച്ച് പിന്നെ കേക്ക് കഴിച്ച് അതിനുശേഷം ഇവിടെ വന്നിട്ട് വെള്ളവും കുടിച്ച് ലൈമും കുടിച്ചപ്പോഴത്തേക്കും വയർ സെറ്റ്. ഇനി ബോധം കിടന്ന് തുടങ്ങിയ ഞങ്ങളുടെ ഇൻട്രോയുടെ ഇടക്ക് പിള്ളേര് നല്ല ഉറക്കമായി. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ നൈസാട സ്വന്തം ബേർഡ് അല്ലെ, ബേർഡ് കേട്ടിരുന്നല്ലേ. അപ്പൊ എന്തായാലും വ്ലോഗ് എല്ലാരും ഇഷ്ടപ്പെട്ടു. വെറും പാവമാണ് സാധുവാട്ടോ. അപ്പൊ അങ്ങനെ പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞങ്ങൾ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടാത്തൊന്നും ലൈക്ക് ചെയ്യരുത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്ത് കുഴപ്പമില്ല, അങ്ങനെ വേണം അല്ലേ. അപ്പൊ എന്തായാലും കമന്റ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ കമന്റിലൂടെ അറിയിക്കുക. എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ അവസാനിച്ചു ഗൈസ്. അടുത്ത ബർത്ത്ഡേ വരട്ടെ. അപ്പൊ എന്റെ ബർത്ത്ഡേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അത് ഇതോടുകൂടി ഞങ്ങൾ ഇന്നത്തെ വീഡിയോയുടെ ചെയ്യാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവരും ബൈ.